കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയണം. കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് സത്യാമ്മ ഉറപ്പു തന്നതുകൊണ്ടാ സത്യപരീക്ഷയ്ക്ക് ഞാൻ സമ്മതിച്ചത്. സത്യഭാമ തന്ന വാക്കിൽ ഒരു മാറ്റവും ഇല്ല. അതിനു മീതെ കാക്കയോ കഴുകനോ പറക്കില്ല. ഈ നിൽക്കുന്നത് എന്റെ മകനാണെങ്കിൽ ഈ വിവരങ്ങളൊന്നും പുറത്തു പോകില്ല. സത്യപരീക്ഷ നമ്മൾ തീരുമാനിച്ച ഈ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യും. സത്യപരീക്ഷയോ? സത്യപരീക്ഷ തന്നെ. പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞ് ഇവൾ ഈ കർപ്പൂരം കയ്യിൽ കത്തിച്ചു വെച്ച് 7 വട്ടം ഈ ശ്രീകോവിലിനെ പ്രദക്ഷിണം ചെയ്യണം. എന്തിനാണോ ഇതൊക്കെ? എടാ, സത്യഭാമ ഒരു വിഡ്ഢിയൊന്നുമല്ല. ഏത് കാര്യത്തിനും നെല്ലും പതിനും തിരിച്ച് എന്തെങ്കിലും ചെയ്യാറുള്ളൂ. ഗർഭിണിയാണെന്ന് ഇവള് തന്നെ സമ്മതിച്ചതാ. നീ അവളെ തൊട്ടിട്ടില്ലെന്ന് ദൈവത്തിന് മുന്നിൽ സത്യവും ചെയ്തതാ. അങ്ങനെ ഒരു സത്യം ചെയ്യാൻ ഇവള് തയ്യാറല്ലല്ലോ. അതേസമയം ഇവള് തന്നെ പറയുന്നു ഇവള് തെറ്റൊന്നും ചെയ്തിട്ടേ ഇല്ലെന്ന്. ഇതെല്ലാം കൂടി കണ്ണും പൂട്ടി അങ്ങ് വിഴുങ്ങാനേ മരമണ്ടിയൊന്നും അല്ലല്ലോ സത്യഭാമ. വിഷ്ണു, സത്യം എനിക്കറിയണം. അമ്മേ, എല്ലാ സത്യം തുറന്നു പറയാൻ കുറച്ച് സമയം വേണമെന്നല്ലേ ശാലിനി പറഞ്ഞുള്ളൂ. ദേ, അവസാന വാക്ക് ഇവളുടേതല്ല, എന്റെയാ, ഈ സത്യഭാമയുടെ. അങ്ങനെ ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ. ആ ശീലം ഇനിയൊട്ടും മാറ്റാനും ഉദ്ദേശമില്ല. സത്യപരീക്ഷ നടന്നിരിക്കും. എന്നാൽ ഇനി തുടങ്ങാം. അല്ല, എന്ത് കാര്യത്തിലാ സത്യം ചെയ്യേണ്ടതെന്ന് സത്യാമ്മ ഇതുവരെ പറഞ്ഞില്ല. ഈശ്വര, ഇവക്ക് ഗർഭമുണ്ടെന്ന് സത്യം ചെയ്യാൻ പറയണേ ഭാമാൻറ്റി. പരപുരുഷ ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് സത്യം ചെയ്യണം ശാലിനി. ഗർഭമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ പറ ഭാമാൻറ്റി. സത്യം ചെയ്യേണ്ട വിഷയം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും സുസ്മിതെ. അമ്മേ, ഇതെന്റെ ഭാര്യ അപമാനിക്കലാണ്. നീ തൊടാത്ത നിന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടെന്ന് പറഞ്ഞപ്പോ അപമാനമൊന്നും ഉണ്ടായില്ലല്ലോ നിനക്ക്. എനിക്കെന്റെ ഭാര്യ വിശ്വാസമാണ്. വിശ്വാസം നിനക്ക് മാത്രം പോരാ വിഷ്ണു, മറ്റുള്ളവർക്കും വേണം. സത്യഭാമയെ നോക്കി നാട്ടുകാര് പരിഹസിച്ച് ചിരിക്കാൻ ഇടവരരുത്. നാളെ ഇവളൊരു കുഞ്ഞിനെ പ്രസവിച്ച അതിന്റെ കൈയും പിടിച്ച് നടക്കുമ്പോ നീ നിന്റെ നെറ്റിയിൽ എന്താ ലേബൽ ഒട്ടിച്ചു വെക്കോ, എനിക്കെന്റെ ഭാര്യ വിശ്വാസമാണെന്ന്. തുടങ്ങട്ടെ സത്യപരീക്ഷ. എടോ ശാലിനി, തനിക്കെന്തോട് ഭ്രാന്ത് പിടിച്ചോ? വിഷ്ണുവേട്ടൻ എന്നെ തടയരുത്. സത്യാമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. എടോ, शक्तिरूपेण संस्थिता या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शक्तिरूपेण संस्थिता या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः नमस्तस्यै 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 नमो नमः ॐ ह्रीं क्लीं श्रीकार्ये नमः ॐ ह्रीं
കുഞ്ഞെ പ്രീതി കുഞ്ഞെ, പ്രീതി കുഞ്ഞെ, എന്നാ ബോധം പോയി സർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല സർ. അമ്മയുടെയും കുഞ്ഞിന്റെ ജീവനത് ആപത്താ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നീ പോയി പെട്ടെന്ന് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടോ. മോളെ പ്രീതി, പ്രീതി മോളെ, മോളെ കണ്ണുറക്കും മോളെ, മോളെ ഒന്നുമില്ല മോളെ, മോളെ പ്രീതി, പ്രീതി, പ്രീതിയെ, പ്രീതി കണ്ണുറക്കും മോളെ. അമ്മ ഒരു പ്രദക്ഷിണം ആയില്ലേ, നിർത്താൻ പറ. 7 പ്രദക്ഷിണം, അതിന് മാറ്റമില്ല. ഇവളിത് 7 പൂർത്തിയാക്കോ? മോളെ ശാന്തേച്ചി പേടിക്കണ്ട. ഈ പരീക്ഷയിൽ ജയിക്കണം ശാലിനിക്ക്. വിഷ്ണുവേട്ടനൊപ്പം ജീവിച്ചില്ലെങ്കിലും ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആരുടെയും സഹായം പാടില്ല. ആ കുട്ടി എന്നെ നടക്കട്ടെ. അമ്മ ഒന്ന് നിർത്താൻ പറയാം. അമ്മ 7. പാവം ശാലിനി, അയാളുടെ കയ്യും. ബാലേന്ദ്രനൊക്കെ വെറും വേസ്റ്റ്. കാർ ഇടിച്ചിട്ടപ്പോ ഇവളുടെ കാൽമുട്ട് വഴി കയറ്റി ഇറക്കിയാൽ മതിയായിരുന്നു. സത്യം കൂടെ ഉണ്ടെങ്കിൽ ഭയം വേണ്ട. ആ കുട്ടി വിജയിക്കും. മുമ്പ് ഇവിടെ പല അനുഭവങ്ങളും നടന്നിട്ടുണ്ട്. കാലം മാറിയപ്പോൾ ആചാരക്രമങ്ങളും മാറി. ശ്രീകോവിലിനെ ചുറ്റിയായി പ്രദക്ഷിണം. സത്യത്തിന് തുണയായി ദേവി ഉണ്ടാകും. നന്നായി പ്രാർത്ഥിച്ചോളൂ. കുഞ്ഞെ അമ്മ നോക്കമ്മ, ശാലിയുടെ മുട്ടൊക്കെ. അടിപൊളി. ഇനിയാണ് രസം. ഇതിപ്പോ 3ാമത്തെ പ്രദക്ഷിണമല്ലേ ആയുള്ളൂ. കൂടിപ്പോയാൽ ഇവളീത് കൂടി പൂർത്തിയാക്കുമായിരിക്കും. അത്ര തന്നെ.
കൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ. പ്രദക്ഷിണമായല്ലോ. ഹലോ ഹലോ, ശാലിനി കുഞ്ഞല്ലേ? അല്ല, ശാലിനി മോൾ അമ്പലത്തിലാ. ഫോൺ പുറത്തു വെച്ചിട്ടാ കയറിയിരിക്കുന്നത്. നിങ്ങളാരാ? ഞാൻ ശാന്ത, കുടുംബശ്രീ ഹോട്ടലില് ജോലി ചെയ്യുന്ന ആളാ. ശാലിനി കുഞ്ഞിനൊന്ന് ഫോൺ കൊടുക്കുവോ? നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ പൊന്നി, സത്യാമ്മയുടെ വീട്ടിലെ ജോലിക്കാരിയാ. പ്രീതി കുഞ്ഞിന് കലശലായ വയറുവേദന, ബോധം പോയി. വീട്ടില് രാഘവൻ സാർ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ കുഞ്ഞിനെ ഒരു ഓട്ടോയില് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ശാലിനി കുഞ്ഞിനോടൊന്ന് പറയോ? ശരി, പറയാം. പ്രീതി കുഞ്ഞെ, പ്രീതി കുഞ്ഞെ. ഇവളിത് മുഴുവൻ പൂർത്തിയാക്കോ? ശാലിനി മോളെ, ഓർക്കണേ ദേവി, എനിക്ക് പ്രദക്ഷിണം പൂർത്തിയാക്കാതെ പോയേ പറ്റൂ. കുട്ടി, ഇത് പാടില്ല. 7 പ്രദക്ഷിണം എങ്കിലേ സത്യപരീക്ഷ പൂർത്തിയാവൂ. സത്യമേ, എനിക്കിപ്പോ പോകണം. നീ ഇവിടുന്ന് ചലിക്കണമെങ്കിൽ 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് മതി. സത്യമേ, ഞാൻ നാളെ വന്നോളാം. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം, നാളെ അല്ല. നിന്റെ സൗകര്യത്തിന് ഈ സത്യഭാമയെ കിട്ടില്ല.
ഇവിടെ ഇനിയുള്ളത് ഒരു പ്രദക്ഷിണം മാത്രം. അത് പൂർത്തിയാക്കാതെ പോകാൻ മാത്രം അത്യാവശ്യം എന്താണെന്ന് പറയൂ. നിങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ സത്യാമ്മേ ഞാൻ പോകുന്നത്. പക്ഷെ അതെനിക്കിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പറയാം ഭാമാന്റി. കാരണം കള്ളം പറഞ്ഞ് 7 വട്ടം പ്രദക്ഷിണം വെച്ചാ ദേവിയുടെ ശിക്ഷ കിട്ടുമെന്ന് ഇവക്ക് മനസ്സിലായി. ഈ ചുറ്റുമതിലിനുള്ളിൽ തന്നെ കുഴഞ്ഞു വീണ് ചാവൂ ഇവള്. അതുകൊണ്ട് സ്കൂട്ടാവുന്നതാ. ഇതിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ പോയേ പറ്റൂ. ശാലിനി, ശാലിനി, മതിയായില്ലേടാ നിനക്ക്? സുസ്മിതേ, വിടരുത് അവളെ. നീ വണ്ടി എടുക്ക. എങ്ങോട്ടമ്മേ? നിന്നോട് എടുക്കാനല്ലേ പറഞ്ഞത്? ജോസെ, ബൈക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണം. പാവം കുട്ടി, അത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എങ്കിലും ദേവിക്ക് മുന്നിലത് തെളിയിക്കാനായില്ലല്ലോ. എന്റെ ദേവി, ആപത്തൊന്നും വരുത്തല്ലേ. പ്രീതി കുഞ്ഞെ, പ്രീതി കുഞ്ഞെ, പ്രീതി കുഞ്ഞെ, കുഞ്ഞെ, പ്രീതി കുഞ്ഞെ, പ്രീതി കുഞ്ഞെ. ചേട്ടാ, ഒന്ന് വേഗം വിടുവോ? ശരി കുഞ്ഞെ. ചേട്ടാ, ഒന്ന് വേഗം പോണേ. പോവാ. ശാലിനി കുഞ്ഞെ, പൊന്നി എന്തായി? ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല കുഞ്ഞെ. പ്രീതി കുഞ്ഞിന് ഇതുവരെയും ബോധം തെളിഞ്ഞില്ല. പൊന്നി പേടിക്കാതെ. അവിടെ എത്തിയ കാഷ്വാലിറ്റിയിൽ അറ്റൻഡൻസ് ഉണ്ടാവുമല്ലോ, അവരെ സഹായത്തിന് വിളിച്ചാൽ മതി. ഡോക്ടർ പ്രീതിയെ പരിശോധിക്കുമ്പോഴേക്കും ഞാൻ ഉണ്ടാവും അവിടെ. ശരി കുഞ്ഞെ, എനിക്ക് പേടിയായിട്ട് വയ്യ. പേടിക്കണ്ട പൊന്നി, ഞാൻ ഉണ്ടാവും. എന്നാ വെച്ചോ, ഞാൻ എത്തി.